ഒരു ചെറിയ വർക്ക് വന്നിട്ട് നേരെ വിട്ടേക്കാം. ഓക്കെ, ഈ കോൺക്രീറ്റ് വഴി കയറി ഒരു 10-20 മീറ്റർ മുകളിലേക്ക് ചെന്നാൽ സൈഡിലെത്തും. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല തെളിച്ചുണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. സൈറ്റ് എത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെ സ്കൂട്ടർ വഴി കിടന്ന് അടുക്കിയിരിക്കും കേട്ടോ. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറിപ്പോ. ഈ കാണുന്ന സൈറ്റ് കാണത്തില്ല, അങ്ങോട്ട് കയറി ചിലപ്പോൾ കാണിക്കാവേ. ഇതാണ് സൈറ്റ്. തറയിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ കേട്ടോ. തറയിൽ മണ്ണിടാനാ? ഏത് മണ്ണിടാനാ? ആ സൈഡ് എടുക്കാനുണ്ടോ? അതിലേ കയറി വരും. ഈ മരം ഇത് ഫില്ല് ചെയ്യാനല്ലേ? ഇതാദ്യം കോരിയിടായിരിക്കും. ഇതൊക്കെ ഇങ്ങോട്ട് കോരിയിടാം. ആ മണ്ണ് അവിടെ കോരിയിടാം. എന്നാ ആ തൂണൊന്ന് പറിച്ചേക്കണേ. ആ പടുത കിട്ടിയേക്കണേ. അവിടെ നല്ല വണ്ടി കയറി ചെല്ലും, പിന്നെ ആ പടുത കയറിപ്പോവും. എന്നാ പിന്നെ അങ്ങോട്ട് കയറിപ്പോയ. അതിന് പിന്നെ ആദ്യം ഇവിടുത്തെ ഈ കൂടി കിടക്കുന്ന മണ്ണ് അങ്ങോട്ട് കോരിയിടാണ്ട്. ഇതാ തറയിലോട്ട് കോരിയിട്ടേച്ച് ഈ കല്ലൂടെ മാറ്റാൻ വേണ്ടി. കല്ലൂടെ മാറ്റി അതല്ല അങ്ങോട്ട് കയറിപ്പോ. ആ കാണുന്ന അതിലെ വേണം കയറിപ്പോവാൻ. ഇവിടെ ഒത്തിരി മണ്ണൊന്നുമില്ല, ചെറിയ മണ്ണ്, കുറച്ച് മണ്ണേ ഉള്ളു കേട്ടോ. 2-3 വന്നിട്ട് മണ്ണേ ഉള്ളു. തള്ളിയിട്ട് കുറച്ച് ഒതുക്കി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് കയറി പോകുമല്ലോ. അങ്ങോട്ട് തള്ളി ഒതുക്കിയിട്ട് കയറിപ്പോകും. അതിലേ കയറി അങ്ങോട്ട് പോകണം. ഈ വണ്ടി തിരിക്കാം. ഇവിടെ കുറച്ച് കൂടി കിടപ്പുണ്ട് മണ്ണ്. ഈ മണ്ണോടെ കോരി ആ തറയിലോട്ട് ഇടാവേ. തറയിലോട്ടോട്ട് ഏതാണ്ട് ചെറിയ വർക്കേ ഉള്ളൂ. ഇതിപ്പോ മൊത്തം ഫില്ല് ചെയ്യാൻ തികയും തോന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മണ്ണ് ഇവിടെ ഇല്ല. ഇത് വാനം എടുത്ത മണ്ണ് മാത്രമേ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നു കേട്ടോ. പുറത്തുനിന്ന് മണ്ണൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞില്ലേ പുറത്തുനിന്ന് അടിക്കുമായിരിക്കും. ഇവിടേക്ക് വന്നാതെ മൊത്തത്തിൽ മട്ടിയായില്ല. അടിയിലില്ല മട്ടി, പാറയില്ല കേട്ടോ. പാറയുള്ള സ്ഥലമാണ് മൊത്തം, ഏറിയല്ല. ഇത്ര മണ്ണ് കിട്ടിയത് തന്നെ ഭാഗ്യം. ഇവിടുത്തെ മണ്ണ് കംപ്ലീറ്റ് കോരി കഴിഞ്ഞേ. ഇപ്പൊ ആകെ ഇത്ര മണ്ണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ കിട്ടിയുള്ളൂ. ഈ കിടന്ന മണ്ണ് ഇതങ്ങോട്ട് ലെവൽ ചെയ്തോ. ഉള്ളത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അപ്പുറം കാണുന്ന ആ മണ്ണോടെ കോരി ഇട്ട് കഴിഞ്ഞാൽ ഇനി അപ്പുറം സൈഡിലേക്ക് പോവേ. ഈ മണ്ണോടെ കോരിയിട്ടാ മതി. ഏകദേശം കോരി തീർക്കും. ഇനി ആ സൈഡിൽ കുറച്ച് മണ്ണുണ്ട്, അതിവിടെ പോരാ, അങ്ങോട്ട് മാറാം. തറ പോകാതെ വേണം ഇത് കോരിയെടുക്കാൻ. ഈ തറയിലെ മണ്ണ് കുഴിച്ചെടുത്തിട്ട് അവിടെ മൊത്തം ആ സൈഡിൽ മൊത്തം മട്ടിയാ കോരിന്ന് മൊത്തം. ആ മട്ടി മൊത്തം ഈ കുഴിക്കകത്തേക്ക് മൂടാം. എന്നിട്ട് അങ്ങനെ സൈഡ് ഫില്ല് ചെയ്യാനുള്ള മണ്ണും കിട്ടും. പിന്നെ ആ മട്ടിയെല്ലാം ഇതിനകത്ത് ഒതുങ്ങി പൊക്കോളും ചെയ്തോളൂ. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചോടാ കേട്ടോ. തറ പോകാതെ അതൊക്കെ വേണം ഇത് ചെയ്യാന്. തറയിലെ കല്ലിളകാനും പാടില്ല. കുറച്ച് മട്ടി ഇതിനകത്ത് കയറുകയും വേണം. ആ രീതി വേണം കൈകാര്യം ചെയ്യാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കല്ല് തറ ഇളകാത്ത രീതിയിൽ കുഴി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മട്ടി ഇവിടെ മൊത്തം കല്ലല്ല കിടക്കുന്നത്.
ഈ കാണുന്ന കല്ല് മൊത്തം മാറി ആ തറയിലേക്ക് ഇടാം. ഇന്നലെ ഈ കല്ല് ഒഴിവായി കിട്ടുകയും ചെയ്യും, തറയും ഫില്ലായി കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? മാത്രമല്ല കുറച്ചുകൂടെ മണ്ണിനകത്ത് ഇടാൻ, തറയിൽ ഇടാൻ കിട്ടുമല്ലോ. ഇത്രയും കല്ല് ഒഴിവായി കിട്ടുവാണെങ്കിൽ അപ്പുറം സൈഡിലേക്ക് മണ്ണിടാൻ കിട്ടുമല്ലോ. ഇനി ബെറ്റൊക്കെ വാർത്ത ചെയ്യുമ്പോൾ എന്നാലും കുറച്ച് മണ്ണോട് വേണ്ടി വരും. പിന്നെ ഈ കുഴിയൊക്കെ എടുക്കുന്ന മണ്ണ് കാണുന്നു, ടോയ്ലറ്റിന്റെ കുഴിയൊക്കെ എടുക്കുന്ന മണ്ണ് വരും. എന്നാലും എന്താണ് ഇവിടെ മണ്ണിന്റെ ആവശ്യം വരും. കാരണം ഇത് മൊത്തത്തിൽ കോരിയിടാം അങ്ങോട്ട്. കംപ്ലീറ്റ് ക്ലീൻ ആക്കി കല്ല് കോരിയിട്ടുണ്ടാവും. കിടന്ന മറ്റെല്ലാം കോരി ഈ ഭാഗം ക്ലീൻ ആക്കി കേട്ടോ. ഇനി ഈ കാണുന്ന കല്ലോടെ കോരിയിടാം. ഇതിനകത്ത് തികയുന്നത്ര കല്ല് കോരിയിടാം. ബാക്കി ഇവിടെ എങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു വലിയ കല്ല് ചാരി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തറയിലോട്ട് വീണേ നിറച്ച് മട്ടിക്കല്ല് മൊത്തം ഇവിടെ അടുക്കിയിട്ടേക്ക്. ഇത് അങ്ങോട്ട് തള്ളിയിടാം. എന്നിട്ട് അവിടുന്ന് വലിച്ച് അപ്പുറത്തോട്ടേക്കാനും മാറ്റിയിടാം. ഇത് കംപ്ലീറ്റ് കല്ലാന്ന് ഇവിടെ. ഇത് മൊത്തം ഈ തറക്കാത്ത എങ്ങനെ കയറാൻ? അവർക്ക് ഈ സൈഡ് മാറ്റുകയും വേണം. ഇനി പിന്നെ ഇങ്ങോട്ട് വണ്ടി കയറി വരുമല്ലോ കേട്ടോ, സൈഡൊക്കെ വാർത്ത ചെയ്യുമ്പോൾ. മൊത്തം കല്ല. ആ ചേട്ടൻ മരുന്നുണ്ടോ? അങ്ങനെയുള്ള വേരുകളൊന്നും ഈ തറയിലിടാൻ കൊള്ളത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ചു കഴിഞ്ഞാൽ ചിലപ്പം തറ ഇരുന്ന് പോകാൻ ചാൻസ്. മട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, മട്ടി അങ്ങനെ ദ്രവിച്ചു പോകത്തില്ല, പുറത്തും കിടന്നോളൂ. വേര് മാത്രം ഇടായിരുന്നതാണ്. വേര് സൈഡിലേക്ക് മാറ്റിയിടാം. ചേട്ടൻ പറ്റിട്ട് പോകും. ഈ ഏരിയയിലെ കംപ്ലീറ്റ് കല്ലും മറ്റയും മൊത്തം മാറ്റിയിട്ട് അവിടെ നല്ല നീറ്റാക്കിയിട്ടുണ്ടേ. ഉണ്ടോ? കംപ്ലീറ്റ് മറ്റയും മാറ്റി നല്ല അടിപൊളി നീറ്റാക്കിയിട്ടുണ്ട്. മഴ വരുന്നുണ്ട്, എപ്പോൾ വേണേലും മഴ പെയ്യാം. ഇനി ഈ തറയിലിട്ട് മണ്ണ്, ഈ കല്ലിട്ട് കൊടുത്തില്ലേ തറയില്, അതൊന്ന് ഇടിച്ചുറപ്പിച്ച് കൊടുക്കണം കേട്ടോ താഴത്തെ. അല്ലെ പിന്നെ കല്ല് പങ്കി കിടന്ന കോൺക്രീറ്റ് ചെയ്യുന്ന വലിയ പാടായി. അതുകൊണ്ടൊന്ന് ഇടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോവാം. ഈ ആന കയറിയാലും താഴത്തില്ല കേട്ടോ, അമ്മാതിരി ഇടി അടിച്ചു കൊടുത്തത്. ഞാൻ അപ്പുറം സൈഡിലേക്ക് പോവാം. ഭാഗത്തൊന്ന് വലിച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തേക്കാതെ. പിന്നെ വണ്ടിയെല്ലാം കയറാനോ പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ഇടാനാണേലും സ്ഥലം ഒന്ന് ക്ലിയർ ആയിട്ട് കിടന്നോ. ഇങ്ങോട്ട് വണ്ടി കയറുവാനും പാടാ, എന്നു വെച്ചാൽ ഇവിടെ താഴും. എന്നാലും ഒന്ന് ലെവൽ ചെയ്തിട്ടേക്കാം. മഴയൊക്കെ മാറി കഴിയുമ്പോൾ വണ്ടി കയറിക്കോളൂല്ലോ. ഇനി അപ്പുറം കറങ്ങി പോയിട്ട് അങ്ങേ സൈഡിലെ മണ്ണ് വേണം ഇനി കോരിയിടാൻ. ഇനി ഈ മണ്ണ് വേണം കോരിയിടാൻ. ഇത് കുറച്ച് ഫ്രണ്ട് വെച്ചിട്ട് കോരി ആ സൈഡിലേക്ക് കുറച്ചിട്ടാ, അങ്ങ് ഫ്രണ്ടിലത്തെ സൈഡിലേക്ക്. അവിടെ തറ കുറച്ച് ഫില്ലാവാനുണ്ട്. അതിന് ബാക്കിയുള്ള ഇവിടെ ഇട്ടാൽ മതിയായിരിക്കും. ഫ്രണ്ടിൽ ആ സിറ്റ് ഔട്ടിന്റെ ഭാഗം കുറച്ച് മണ്ണ് വീഴാനുണ്ട്. സിറ്റ് ഔട്ട് ഹാളോ ഏരിയയിലൊക്കെ കുറച്ച് മണ്ണ് വീഴാനുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ആ സൈഡിലത്തെ ഈ തറയിലോട്ട് ബാക്കി അവിടെ ഇടാം. നേരത്തെ ഈ മണ്ണ് തീരും. ഏതായാലും തറ വൃത്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരേട്ട മണ്ണൊന്ന് എത്തി കൊടുക്കാവേ. അവിടെ ആ സിറ്റ് ഔട്ടിന്റെ ഭാഗം തേങ്ങ കാണും, ഒന്ന് എത്തിപ്പെടുത്ത് നോക്കാം. തേങ്ങിനെ വീണ്ടും കൊണ്ടിടാലോ. മണ്ണ് കൂടി പോകുന്നൊന്നുമില്ല, അതിനുള്ള മണ്ണില്ല. ഓക്കെ, ഇതൊന്ന് തള്ളി ലെവൽ ചെയ്ത് കൊടുക്കാം. സിറ്റൗട്ട് ഏതാണ്ട് ഫില്ലായിട്ടുണ്ട്. ഇനി ആ തൊട്ടപ്പുറേക്കുന്ന ഹാളിന്റെ ഭാഗം ഇനി നോക്കിയാൽ മതി കേട്ടോ. ഇനി ആ ഹാളിന്റെ ഭാഗത്തേക്ക് മണ്ണ് വലിച്ചിടാം. കൈ എത്തുന്നോടം വരെ വലിച്ചിട്ട് കൊടുക്കാം. ബാക്കി ആ ചേട്ടൻ തുമ്പാക്കി പറ്റുള്ളൂ. കുറച്ച് മട്ടി ഇങ്ങോട്ട് വലിക്കാം കേട്ടോ. സംഭവം വെച്ചാൽ ഇവിടെ ഒരു 6 ഇഞ്ചോടെ പൊങ്ങുന്നതാണ് തറ. പിന്നെ ബാക്കി മട്ടിയോട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തികയാതെ വരും. ഈ കല്ലിപ്പോൾ അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. ആ തറയിലെ മണ്ണ് അത്യാവശ്യം ആയതാണ്. അവിടെ ഇതിന് മണ്ണ് നല്ല മണ്ണ് കോരിയിടാം ഫ്രണ്ടിൽ മുകളിൽ. ഈ കാലം നല്ല മണ്ണ് അങ്ങോട്ട് കോരിയിട്ടേച്ച് ബാക്കി കല്ലുള്ളത് ഗ്യാപ്പുള്ള തറയിലിടാം. ഇവിടെ അത്യാവശ്യം കുറച്ച് മണ്ണ് കിടപ്പുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയല്ല കേട്ടോ. പിന്നെ ഓരോരുത്തരെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ ഓപ്പറേറ്ററാണ്. എൻ്റെ ഓണർ വേറെ ഉണ്ട്. ഓണറോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വലിയൊരു കല്ലുണ്ട്. വലിയൊരെന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷെ അത് തറയിലിടാൻ പറ്റത്തില്ല, ഭയങ്കര വലിപ്പമാണ്. അതിന് അത്ര വലിയ കുഴി അടിച്ചിരുന്നതിന് നല്ലത് അത് മാറ്റിക്കളഞ്ഞേക്കാം. ഇതാ സാധനം.
ഇത് മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് വല്ല ഇടാം. ഇവിടെ അതിനുണ്ട്, അതിലേക്ക് ഇടാം. അവിടുന്ന് കുറച്ചുകൂടെ മണ്ണ് വരെ ഇങ്ങോട്ട് ഇടാവേ. അവിടെ തേക്കുണ്ടോ, തേക്ക് പറിക്കാതെ ഇതിനകത്ത് മണ്ണ് ബാക്കി പോരാ. മണ്ണ് നേരത്തെ ഇവിടെ കൂട്ടിയിട്ടപ്പോൾ അതിനകത്ത് വളർന്ന തേക്കാണ്. ഇത് പറിച്ചു കളഞ്ഞേക്കാനാ പറഞ്ഞത്. ചോടെ ഇട്ടുവേണേൽ പറിച്ചെടുക്കാം, അവര് നട്ടോളാന്ന് പറഞ്ഞു. ഇനി വേര് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ നടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇത് വലിയ തേക്ക് നട്ടാൽ പിടിക്കുമോ? ഇതിന് പറിച്ചു കൊടുക്കാം. ഇവിടെ വലിയ തേക്കൊന്നും നട്ടാൻ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വലിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ അവിടെ കേട്ടെ. എന്നിട്ട് ഈ ബാക്കിയുള്ള മണ്ണോടെ തറയിലേക്ക് ഓരിയിടാം കേട്ടോ. ഇതിൻ്റെ അകത്തും മട്ടിയാ, മട്ടിക്കല്ലുകളാ. എന്താണെന്നും വേറെ മണ്ണില്ലാത്തതിലേക്ക് ഇതന്നെ ഓരിയിടാം. ആ സൈഡിലെ മണ്ണ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രണ്ട് ബക്കറ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഈ തറയിൽ കൂട്ടിയിട്ടേക്കുന്ന മണ്ണോടെ ഒന്ന് ലെവൽ ചെയ്യാം. മണ്ണിവിടെ തേഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് മണ്ണ് ഇവിടെ കുഴി പോലെ ആക്കിയിട്ട് ആ സൈഡിൽ കുറച്ച് മട്ടി കിടപ്പുണ്ട്. ആ മട്ടി കൊണ്ടിട്ട് ഫില്ല് ചെയ്യാന്നാണ് പുള്ളി പറയുന്നത്. മണ്ണ് ഒരു തരം തേഞ്ഞില്ല. അല്ല എന്നെ ചെയ്യാനാണ് മണ്ണില്ല. അല്ല പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരേണ്ടി വരും. ഇപ്പം പാകത്തില്ലാതെ മണ്ണ് കൊണ്ടുവരിച്ച് നടക്കത്തില്ല. അതാണ് ചെറിയൊരു കുഴി എടുക്കാൻ നടക്കുക. മട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മട്ടി തന്നെ കല്ല് കൊണ്ടിടുന്നതുകൊണ്ട് ഇങ്ങനെ കുഴി എടുക്കുന്നത് കുഴപ്പമില്ല. അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലാണെങ്കിലും പറ്റത്തില്ലേ. അല്ലാത്ത രീതിയിൽ കുഴി എടുത്ത് കഴിഞ്ഞാൽ മണ്ണ് തന്നെ ഇടാനാണെങ്കിൽ ഇവിടെ പിന്നെ താന്നു പോകും. മട്ടി ഇട്ട് വെച്ച് ഇടിച്ചുറപ്പിക്കുക. ഇടിച്ചുറപ്പിച്ച് കഴിയുമ്പോഴത്തേന് അത്ര ഭാഗത്ത് നല്ല ഉറപ്പും കിട്ടും, താഴത്തുമില്ല. ഇങ്ങനെ കുഴി എടുത്തിട്ട് മണ്ണിടാനാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ കുഴി എടുക്കുകയും ചെയ്യും. കുഴി എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തുനിന്ന് കൊണ്ട് മണ്ണിടാം. ആ ചേട്ടൻ നടാന്ന് വന്ന് ഫസ്റ്റ് ഇട്ട തേക്കാണ്. അത് വെട്ടിക്കൂട്ടിയിട്ടേക്കുന്നത്. മണ്ണ് തേഞ്ഞില്ല ഇവിടെ. പിന്നെ ഒരു വിധത്തിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുഴിച്ച് കോരി ഏതായാലും തറയൊന്ന് ബില്ലാക്കിയിട്ടുണ്ട്. ഇനി സൈഡോടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച് ലെവലാക്കി കഴിഞ്ഞാൽ തീരും കേട്ടോ. മണ്ണില്ലത് മൊത്തം പാറയാണ്. ഞാൻ തല്ലിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം തരാനായിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കിടക്കുന്ന ചെറിയ കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണോടൊന്ന് തള്ളി ലെവലാക്കുവാണെങ്കിൽ ഇവിടുത്തെ പണി തീർന്നു കേട്ടോ. ഈ ഏരിയ ഇപ്പം 2 സൈഡ് വരച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തള്ളിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ ഏരിയ നീറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കൂടി കിടക്കുന്ന മണ്ണോട് തിരിച്ചുറപ്പിച്ച് കൊടുക്കാം. ബാക്ക് സൈഡിൽ മിറ്റം ലെവലായി കംപ്ലീറ്റ്. ഇവിടെ ഇപ്പം ലെവൽ ചെയ്ത് കൊടുത്താലും വണ്ടിയൊന്നും കയറി വരത്തില്ല കേട്ടോ. ആ മൊത്തം കുഴിയാ. ഇവിടെ കാണുന്ന മണ്ണെന്ന് പറഞ്ഞാൽ അതുപോലെ നൈസ് മണ്ണ് വരും. ഉള്ള മണ്ണ് നൈസ് മണ്ണും പാറ. ഏതായാലും തട്ടിൽ ചെയ്തിട്ട് കൊടുത്തരാം. മഴ മാറി കഴിയുമ്പോൾ എന്തായാലും കട്ടയ വല്ല കൊണ്ട് ഇറങ്ങാൻ ഇറക്കുമല്ലോ. ആ ജസ്റ്റ് കുഴിയൊന്ന് ലെവൽ ചെയ്യാം. ഇവിടുത്തെ ഏകദേശം എടുത്ത് പണി കഴിഞ്ഞു കേട്ടോ. ആ വണ്ടി ഓടിയ വീൽ പൈസ് മാത്രം ഒന്ന് ഇറങ്ങി കിടക്കുന്ന ഭാഗം മാത്രം ഒന്ന് തട്ടിൽ വരും. നിറയെ വർക്കുകളൊക്കെ തീരും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ കേട്ടോ.